أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 187ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. സൂറത്തുൽ അഹ്സാബ് ആണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള കാരണമായി തദ്രീബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. തദ്രീബ് ക്ലാസ്സിലൂടെ ഒരുപാട് ഉമ്മമാരാണ്, ഉപ്പമാരാണ്, സഹോദര സഹോദരിമാരാണ്, കുട്ടികളാണ് വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, എല്ലാവർക്കും നീ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മാറ്റി സലാമത്ത് കൊടുത്ത് രക്ഷ നൽകണേ അല്ലാഹ്. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും നിഅമത്തും റഹ്മത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിൻ്റെ പരിശുദ്ധമായ ഖുർആനിനോട്, കലാമിനോട് കാണിക്കുന്ന വലിയ ബഹുമാനത്തിൻ്റെ അടയാളമായിട്ട് ഈ തദ്രീബ് ഞങ്ങൾക്ക് നീ ഖബൂലാക്കി തരണേ അല്ലാഹ് ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. നമുക്ക് സൂറത്തുൽ അഹ്സാബിലെ 56ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതാനുള്ളത്. തുടങ്ങലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് يا أيها الذين آمنوا صلوا عليه وسلموا تسليما. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. اللهم إنا نعوذ بك من عذابك. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ഇന്ന് തുടങ്ങിയ ആയത്ത് നല്ല സൂപ്പർ ആയത്തല്ലേ? എല്ലാ ആയത്തും സൂപ്പർ തന്നെയാണ്. എന്നാലും നോക്കിയേ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നോക്കിയേ നിങ്ങൾ ഈ ആയത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി റബ്ബ് നിർദ്ദേശിച്ച ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് ഈ പറഞ്ഞത്? ഇന്നല്ലാഹ വ മലായികതഹു, നിശ്ചയം അള്ളാഹുവും അവൻ്റെ മലക്കുകളും
യുസല്ലൂന അലൻ നബി, മുത്തുനബിക്ക് സലാത്ത് ചെല്ലുന്നുണ്ട് എന്ന്. നമ്മൾ വാക്കിൻ്റെ ഒരു അർത്ഥം പറഞ്ഞു. ഈ സലാത്തിൻ്റെ ഒന്നും മീനിങ് ഒന്നും നമ്മൾ വിശദീകരിക്കണില്ല. അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്തുനബിക്ക് സലാത്ത് ചൊല്ലുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ വേറെ പഠിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ സലാത്ത് എന്നുള്ള വേർഡ് മാത്രം പറയണേ. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. അള്ളാഹുവും മലക്കുകളും മുത്തുനബിക്ക് സലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ മുത്തുനബിക്ക് സലാത്തും ചൊല്ലണം, സലാമും ചൊല്ലണം. എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ ആലോചിക്ക്, വേറെ ഏത് കാര്യത്തെ പറ്റിയാ റബ്ബ് സുബ്ഹാനഹു വ തആല ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, മുഅ്മിനീങ്ങളെ അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞത് വേറെ ഏത് കാര്യത്തെ പറ്റിയാ? നിസ്കാരമുള്ളപ്പോൾ കാര്യത്തിൻ്റെ കൂട്ടത്തിൽ വലിയ കാര്യം നമ്മൾ പറയലേ അല്ലേ? അത് വലിയ കാര്യം തന്നെയാണ്. മഹ്ശറയിൽ ആദ്യം ചോദിക്കുക നിസ്കാരത്തെക്കുറിച്ചാണ്. ഞാനും എൻ്റെ മലക്കുകളും നിസ്കരിക്കുന്നു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും നിസ്കരിച്ചേ പറ്റൂ. ഇല്ല, അങ്ങനെ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സലാത്ത് മാത്രമാണ്. അതുകൊണ്ടേ സലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു സ്വലാത്ത് മുത്തുനബിക്ക് നമ്മൾ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ 10 എണ്ണം തിരിച്ചാണ് ഇങ്ങോട്ട് അള്ളാഹു തആല തരിക. ഇങ്ങനത്തെ ഒരു കൂലി കിട്ടുന്ന ഇബാദത്ത് പടച്ച റബ്ബേ. അപ്പോൾ ശ്രദ്ധിക്കട്ടോ. ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറഹ വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ. അള്ളാഹുവിനെയും മുത്തുനബിനെയും ഇടങ്ങേറാക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു ഇവിടെയും അവിടെയും ശപിച്ചിട്ടുണ്ട്. അവർക്ക് അടിപൊളി ശിക്ഷ അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിനെയും മുത്തുനബിനെയും ഇടങ്ങേറാക്കണം. നമ്മളെ ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടാക്കി വിചാരിച്ച അള്ളാഹു ബുദ്ധിമുട്ടാവുമോ? അത് വേറെ വിഷയം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ബുദ്ധിമുട്ടാക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരെ ചീത്ത പറയുക, കുറ്റം പറയുക, വേണ്ടാത്തത് പറയുക, അള്ളാഹു അങ്ങനെയാണ് ഇങ്ങനെയാണ്, മുത്തുനബി അതാണ് ഇതാണ്. ഇതൊക്കെ ഇപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹു തആലക്ക് ഊരുണ്ട്, അള്ളാഹു തആല അങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹു തആല എല്ലാ ദിവസവും 7ാം ആകാശത്തു നിന്ന് 1ാം ആകാശത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യന്മാരുണ്ടേ. പേര് നമ്മളൊക്കെ പേരിൻ്റെ മാതിരി മുസ്ലിം പേര് തന്നെ. പേരിൻ്റെ തുടക്കത്തിൽ മുഹമ്മദ് ഉണ്ടാകും, അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ എന്നൊക്കെ ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും പറയുന്ന ആളുകളില്ലാന്ന്? ആര് പറഞ്ഞു? എത്ര ആളെ കാണിച്ചു തരണം നിങ്ങൾക്ക്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ ഷർറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ആമീൻ പറയണം. ചെറിയതല്ല വിശ്വാസം. അള്ളാഹു തആലയെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പറ്റിയുള്ള വിശ്വാസം തന്നെ പഴച്ചാൽ പിന്നെ എന്ത് സ്ഥാനം അവർക്ക് ഇസ്ലാമിലുള്ളത്? ബിദഈകൾക്ക്, പുത്തനാശയക്കാർ എന്ന് നമ്മൾ നല്ല ഭാഷയിൽ പറയുന്ന ടീമുണ്ടല്ലോ, പല പേരിലും അറിയപ്പെടുന്ന. എന്താ പോലൊക്കെ പറയണത്? അള്ളാഹു തആലക്ക് കൈകളുണ്ട്. ആ 2 കൈയും വലത്തെ കൈയാണ്. ഇങ്ങനെയൊക്കെ പച്ച മലയാളത്തിൽ എഴുതി 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 എന്തായിട്ടുണ്ട്? വെച്ച പുസ്തകങ്ങൾ ഇപ്പോഴും കാണാനുണ്ടെന്നേ. അതൊക്കെ ഞങ്ങൾ സാങ്കേതികമായ അല്ലെങ്കിൽ പിന്നെ സാർവത്രികമായ അല്ലെങ്കിൽ സങ്കുചിതമായ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പദങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞതാണ് എന്ന്. അതിൻ്റെ വിശദീകരണം നോക്കിയാൽ മനസ്സിലാകും നേരെ ചൊവ്വേ അവർ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്. യാ റബ്ബു യാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാ ദിവസവും രാത്രിയിൽ 7ാം ആകാശത്തു നിന്ന് 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന്. ഏത് രാത്രിയാണോ അവലെ? അമേരിക്കയിലെ രാത്രിയാണോ അത് നമ്മുടെ ഇന്ത്യയിലെ രാത്രിയാണോ അറിയില്ല, അല്ലാഹു അഅലം. ഞാൻ അമേരിക്കയിലെ രാത്രിയാണ് ഇറങ്ങി വരുന്നതെങ്കിൽ കയറിപ്പോകുന്നത് എപ്പോഴാണാവോ? നിങ്ങളൊന്നും വിചാരിക്കരുത്. സംഭവം പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിച്ച പുസ്തകങ്ങളും പ്രസംഗങ്ങളും ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം. അതിന് അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, ഇമാമീങ്ങൾ അവരുടെ ആ കറക്റ്റ്
കറക്റ്റ് റൂട്ട് അവർ കാണിച്ചു തന്നത്. അങ്ങനെ ചെന്നാൽ ആ മുത്തുനബിയിലേക്കാണ് എത്തും. ആ റസൂലഹു, ആ അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇടങ്ങേറാക്കുന്ന ആള് ഇടങ്ങേറുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സാധാരണ നമ്മൾ തമ്മിൽ തന്നെ ഒരാൾ മറ്റൊരാളോട് പറയാണ് എൻ്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈമാൻ്റെ ഒരു തരിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കാൻ നമുക്ക് കഴിയുമോ? അത് പറയും. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലുണ്ടാകൂല, അവർ നരകാവകാശികളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണവരുണ്ടോന്നോ? പിന്നില്ലാതെ ഉണ്ടെന്നേ. എത്ര പുത്തനാശയക്കാരാണ്, സുബ്ഹാനല്ലാഹ്, ബിദ്അത്തുകാരാണ്, പല പേരുകളിലും അറിയപ്പെടുന്ന, അല്ലേ? യാ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 70 തെറ്റ്, വേറൊരു റിപ്പോർട്ടനുസരിച്ച് 100 തെറ്റ് ചെയ്യുന്നവരായിരുന്നു എന്ന് വഹാബികൾ അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള നബിമാരുടെ ശരീരം മണ്ണിൽ മറവ് ചെയ്യുന്നത് അത് പുറമേ വെച്ചാലേ, മറവ് ചെയ്യാതിരുന്നാൽ നമുക്ക് പറയാൻ കഴിയില്ല ആ വീട്. അങ്ങനെ ദ്രവിച്ചിട്ട് ഭൂമിയിലുള്ള ആളുകൾക്ക് ഇടങ്ങാറാകും, ശല്യമാകുമെന്ന് വിചാരിച്ചിട്ടാണ് മറവ് ചെയ്തത് എന്ന് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രബോധനത്തിൽ എഴുതി വച്ചില്ലേ? എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ ഒറിജിനൽ കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഫോട്ടോസ്റ്റാറ്റ് അല്ല. അല്ലാഹ്, എന്താ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ ഈമാനിൻ്റെ ഒരു തരിമ്പുള്ള മനുഷ്യന് സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ചു. എത്ര കടുത്തുപോയത്. മുത്തുനബി ആരാ മുത്തുനബി? അല്ലേ? മഹ്ശറയിൽ വെച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മളെല്ലാവരെയും ശഫാഅത്ത് ചെയ്ത്, അല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്ന് സക്കറാത്തുൽ മൗത്തിൻ്റെ സമയത്ത് വിലപിച്ച് മുത്തുനബി നമ്മളെക്കുറിച്ച്, എന്നിട്ട് നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മുത്തുനബി, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഇങ്ങനെയുള്ള വാക്കും പറച്ചിലൊക്കെ കേട്ടിട്ട് നമുക്ക് സഹിക്കുമോ? പിന്നെ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെ സഹിക്കാനാ? അതുകൊണ്ട് രക്ഷപ്പെടൂല. അല്ലാഹു തആലയെയോ മുത്തുനബിയെയോ വിഷമിപ്പിച്ചാൽ, ഇത്തരം വാദഗതികൾ ആരുന്നയിച്ചാലും, അവർ എന്തിൻ്റെ പേരിലാണെങ്കിലും ഏത് പേരിലാണെങ്കിലും, സുബ്ഹാനല്ലാഹ്, യാ റബ്ബു യാ അല്ലാഹ്, വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു കാക്കട്ടെ. പഠിച്ചവനെ, ബാക്കി ഓതാ നമുക്ക്. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. اوكي, والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. അർത്ഥമൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിലേ ഒരുപാട് പറയാനുണ്ട്, സമയം പോകും കേട്ടോ. പിന്നെ ഒരായത്ത് തന്നെ കുറേ വിശദീകരിക്കേണ്ടി വരും. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ബാക്കി
لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا سنة الله في الذين خلوا من قبل ولن تجد لسنة الله تبديلا. لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا سنة الله في الذين خلوا من قبل ولن تجد لسنة الله تبديلا. باقي يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا إن الله لعن الكافرين وأعد لهم سعيرا خالدين فيها أبدا لا يجدون وليا ولا نصيرا يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. എന്താണ് يسألك الناس عن الساعة يسألك الناس عن الساعة قل إنما علمها عند الله لا قل إنما يا ولد قل إنما قل എന്ന് പറയുമ്പോൾ ഖുൽ എന്ന് ഖുല്ലു അതാകാനും പാടില്ല ഖുൽ നോ ഖുൽ وما يدريك لعل الساعة تكون قريبا وما يدريك لعل الساعة تكون قريبا إن الله لعن الكافرين وأعد لهم سعيرا إن الله لعن الكافرين وأعد لهم سعيرا بندا خالدين فيها أبدا خالدين فيها أبدا لا يجدون وليا ولا نصيرا اللهم لا تجعلنا منهم يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا കണ്ടോ നമ്മൾ 10ാമത്തെ ആയത്തിൽ വതظنون بالله الظنون അല്ലേ യെസ് അപ്പോൾ എന്ത് വേണം ഇവിടെയും ശ്രദ്ധ വേണം അൽ അലിഫാത്തു സബ്അ ഓർമ്മയുണ്ടല്ലോ യെസ്
يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول. നിർത്തുമ്പോൾ കുറച്ച് നീട്ടിയിട്ടില്ലേ? وأطعنا الرسول. ചേർത്ത് ഓതുമ്പോഴോ وأطعنا الرسول وقالوا ربنا. അല്ലേ? ഓക്കെ, പഠിച്ചു വെച്ചിട്ടുണ്ട്. وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل. ليه؟ فأضلونا السبيل. ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. يعني ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا. يعني فبرأه الله مما قالوا وكان عند الله وجيها. ബാക്കിയും കൂടി ഓതാം അല്ലേ? يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. صدق الله العظيم. اوكي. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്താണല്ലേ. എന്നാലോ ചിലപ്പോൾ നമ്മളിങ്ങനെ കേൾക്കുന്നത് ചില അക്ഷരങ്ങളൊക്കെ തെറ്റിയിട്ട് കേൾക്കുന്നുണ്ടോ, അതോ ഇനി ആ മൈക്കിൻ്റെ അല്ലെങ്കിൽ ബോക്സിൻ്റെ കേടുകൊണ്ടാണോ എന്നറിയില്ല. വല്ല തകരാറും സംഭവിച്ചാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. അതായത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. അവിടെ ഖൗലൻ ശദീദാ. സുബ്ഹാനല്ലാഹ്. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ومن يطع الله انكسر നേരത്തെ പറഞ്ഞിട്ടുണ്ട്. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. أوكي. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. اللهم اغفر لنا
اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا برحمتك يا أرحم الراحمين. صدق الله العظيم. അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. എല്ലാ അഴതാബുകളെ തൊട്ടും പടച്ച റബ്ബേ ഞങ്ങളെ കാക്കണേ. തൗബ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നസൂഹായ തൗബ നൽകണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അതിനൊക്കെ കാരണമായിട്ട് ഈ പരിശുദ്ധമായ തദ്രീബ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.